ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരുടെയും തന്നെ ഒരു ആഗ്രഹമാണ് യൂട്യൂബിൽ ഫേസ് ക്യാമൊക്കെ വെച്ച് അവരുടെ സ്ട്രീമിംഗ് സെറ്റപ്പൊക്കെ ഒന്ന് കാണിച്ചിട്ട് അവരുടെ ഗെയിം പ്ലേ ലൈവ് സ്ട്രീം ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ മെയിൻ സ്ട്രീം ആൾക്കാർ ചെയ്യുന്ന പോലെ എൽഗാട്ടോ ഡിവൈസ് അല്ലെങ്കിൽ മറ്റേ നല്ല ഏതെങ്കിലും ഒരു ക്യാപ്ചർ കാർഡ് മേടിച്ചിട്ട് ചെയ്യാനുള്ള അതുപോലെ ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു സ്ക്രീൻ മിററിങ് ചെയ്തിട്ട് ലൈവ് സ്ട്രീം ചെയ്യുക എന്നുള്ളത്. സോ ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു മെത്തഡാണ് ഈ ഒരു സ്ക്രീൻ മിററിങ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന iOS ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കുറച്ച് ആപ്ലിക്കേഷൻസ് ആയിരിക്കും. പക്ഷേ ബാക്കി സ്ട്രീം ലാബ്സ് OBS അല്ലെങ്കിൽ OBS സ്റ്റുഡിയോയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. സോ ആ കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടും. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻസ് വന്നിട്ട് iOS യൂസേഴ്സിനായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക. അപ്പോൾ iOS യൂസേഴ്സ് ലൈവ് സ്ട്രീം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന iOS യൂസേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ടൂളാണ് 3U ടൂൾ എന്ന് പറയുന്നത്. അത് പണ്ട് തൊട്ടേ കോമൺ ആയിട്ട് ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC-ലോട്ടൊക്കെ എല്ലാവരും അവരുടെ ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്ട്രീമിംഗ് സെറ്റപ്പും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാനായിട്ട് എല്ലാവരും ഈ ഒരു 3U ടൂൾ നിങ്ങളുടെ സിസ്റ്റത്തിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. നിങ്ങളുടെ ഡിവൈസ് ജസ്റ്റ് ഒന്ന് ഈ ഒരു നിങ്ങളുടെ PC അല്ലെങ്കിൽ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു 3U ടൂൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോൺ ഡിറ്റക്റ്റ് ചെയ്യും. ഡിറ്റക്റ്റ് ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിപ്പയർ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഇത് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓക്കെ ആവും. ഫസ്റ്റ് ടൈം ചിലപ്പോൾ ചില കേസുകളിൽ എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഇത് ഡിറ്റക്റ്റ് ചെയ്യാണ്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവായിട്ടൊരു മെത്തേഡാണ് റിപ്പയർ ഡ്രൈവർ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. സോ നിങ്ങളുടെ ഡിവൈസ് കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഞാനത് എൻ്റെ ഫോണിൽ കാണിക്കാത്തതിന് കാരണം നിങ്ങളുടെ ഫോണിൻ്റെ ജാതകം വരെ ഇതിൻ്റെ അകത്ത് കാണിക്കും. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കും. ലൈക്ക് എത്ര GB ബാക്കിയുണ്ട്, നിങ്ങളുടെ ഈ ഫോൺ മേടിച്ച ഡേറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് ആയ ഡേറ്റ്, സീരിയൽ നമ്പർ, സെയിൽസ് മോഡൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കും. സോ അങ്ങനെ കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡ്രൈവേഴ്സ് എല്ലാം ഈ ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പിലോട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ അത്ര മാത്രമാണ് ഈ ഒരു 3U ടൂളും കൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാനായിട്ടുള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഈ 3U ടൂൾസിൽ നിന്ന് നമുക്ക് വേറൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ. ആൻഡ് നമ്മൾ സ്ട്രീം ചെയ്യാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിറർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3U എയർ പ്ലെയർ എന്ന് പറയുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. അത് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. ചെറിയ രീതിയിലുള്ള ചേഞ്ചസേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു തരാം എന്തായാലും. അതിന് മുന്നേ ഇതിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന iOS വയർലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. കാരണം വയേർഡ് അല്ലെങ്കിൽ ഈ TV അല്ലെങ്കിൽ DL/NA എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ മോസ്റ്റ്ലി വർക്ക് ആവാറില്ല. ചില കേസസിൽ ചില ആൾക്കാരുടെ ഡിവൈസിലൊക്കെ വർക്ക് ആവാറുണ്ട്. പക്ഷേ കുറേയൊക്കെ ഒരു 70-80% ഈ ഒരു 2 ഓപ്ഷൻസ് വർക്ക് ആവാറില്ല. കൂടുതലും വയർലെസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വർക്ക് ആവാറ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. വയർലെസ് കണക്റ്റ് ആക്കാൻ വേണ്ടി ഞാനിവിടെ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ മിററിങ് ഓപ്ഷൻ ഓൺ ആക്കുക. കോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 to 3 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങളുടെ സ്ക്രീൻ ഇവിടെ മിററാവും. ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഐഫോൺ എന്നൊക്കെ കാണിച്ചിട്ട് ഇതുപോലെ ഒരു ഇൻ്റർഫേസ്. ഇത് വലുതാക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. സ്ട്രെച്ച് ചെയ്യാനും സ്ട്രെച്ച് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. സോ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് നമ്മുടെ സ്ട്രീം ലാബ്സ് OBS അല്ലെങ്കിൽ OBS സ്റ്റുഡിയോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് സോഫ്റ്റ്വെയർ ആണോ അതിൻ്റെ അകത്താണ് ബാക്കി സെറ്റപ്പ് എല്ലാം ഉള്ളത്. പക്ഷെ അതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാനത് ഫസ്റ്റ് ടൈം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. iTunes എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ PC-യിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിടുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസ് നിങ്ങളുടെ ഐഫോൺ അല്ലെങ്കിൽ iPad ഡിവൈസ് ഏതാണോ, iOS ഡിവൈസ് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ലാപ്ടോപ്പിലോട്ട് അല്ലെങ്കിൽ PC-യിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിവൈസ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ഒരു 3U ടൂള് അല്ലെങ്കിൽ ഈ ഒരു 3U എയർ പ്ലെയർ
ഡിറ്റക്ട് ചെയ്യാനായിട്ട് കുറച്ചധികം ഡ്രൈവേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ആവാൻ നിങ്ങൾക്ക് ഈ ഒരു ഐട്യൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ്റേതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. സോ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിടുക. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് ഈ ഒരു സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. സോ മിറർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരാവുന്ന ഒരു ഡൗട്ടാണ് ഇത് ഏത് ക്വാളിറ്റിയിൽ വരെ നിങ്ങൾക്ക് എത്ര FPS വരെ മിറർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്ററിൻ്റെ ക്വാളിറ്റി ഏതാണോ, ലൈക്ക് അത് 2K 4K ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 2K 185 ഹെഡ്സിൻ്റെ ഒരു മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ 2K സെറ്റിങ്സ് വരെ ഇവിടെ കാണിക്കും. ഇനി 1080p യൂസ് ചെയ്യുന്നവർക്ക് 1080pയുടെ സെറ്റിങ്സ് ഇവിടെ ആ ഒരു റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു റെസൊല്യൂഷൻ സെലക്ട് ചെയ്തതിന് ശേഷം വയർലെസ് FPS വന്നിട്ട് 30 അല്ലെങ്കിൽ 60 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും കിടക്കുന്നത്. അതിൽ 60 ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് മുന്നേ ഈ റെസൊല്യൂഷനിൽ ഫോളോ ദി മിറർ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഓപ്ഷൻ എടുക്കേണ്ടത് 3 വയർ പ്ലെയറിൻ്റെ മെനു 3 ഡോട്ട് ലൈൻ ഉണ്ടാവും. അവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മിററിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്താണ് ഇത്തരത്തിലുള്ള സെറ്റിങ്സ് ചെയ്യേണ്ടത്. സോ ഇതൊന്ന് എല്ലാവരും ആദ്യം തന്നെ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മിറർ ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ സെക്കൻഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിന് ഡിലേ ലേറ്റൻസി, ഓഡിയോ ലേറ്റൻസി അങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങൾ വരുമോ എന്നുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യുന്ന ഗെയിം, അതായത് ഞാൻ BGMA ആണ് ലൈവ് സ്ട്രീം ചെയ്യുന്നത്. സോ ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിൽ ആ ഗെയിം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ എന്താണോ നടക്കുന്നത് അത് സെയിം സെക്കൻഡ് ഒരു സെക്കൻഡ് പോലും ഡിലേ ഇല്ലാണ്ട് ഫ്രെയിം ഡ്രോപ്പ് ഇല്ലാണ്ട് അവിടെ നിങ്ങൾക്ക് എൻ്റെ മോണിറ്ററിൽ അത് മിറർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വാളിറ്റി 1080p ആണ്. എൻ്റെ 2K ആയതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ക്വാളിറ്റി ലോസ് പോലെ തോന്നുന്നത്. അത്ര ക്വാളിറ്റി ലോസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ മിറർ ചെയ്ത് ഞാൻ ഗെയിം ഓപ്പൺ ആക്കി. ഇതിൽ യാതൊരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ അല്ലെങ്കിൽ ഡിലേയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഡിലേ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ ഫേസ് ചെയ്യണ്ടല്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സ്മൂത്തായിട്ടുള്ളൊരു മിററിങ് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. സോ നിങ്ങൾ ആദ്യം ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ വയർഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കണക്റ്റ് ആവേണ്ടി വരുന്നതാണ്. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് വയർലെസ് മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ സെക്കൻഡായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇത് മിറർ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ഫോൺ ഇല്ലെങ്കിൽ ആ ഒരു ആപ്പ് നിങ്ങളുടെ ഫോൺ ഡിറ്റക്ട് ചെയ്യാണ്ട് വരുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കണക്ട് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളും ഒന്നും കാണിക്കാണ്ട് വരുന്ന ഒരു ഇഷ്യൂ നിങ്ങൾ കാണും. സോ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ജനറലിൽ പോവുക. ജനറലിൽ വന്നിട്ട് എയർപ്ലേ ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ എയർപ്ലേ റിസീവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് ടൈം നിങ്ങളുടെ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിടാൻ ശ്രമിക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോൺ ഒന്ന് ഡിറ്റക്ട് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ യൂസ്. ഫസ്റ്റ് ടൈം നിങ്ങളത് ചെയ്യുമ്പോൾ ഇതൊന്ന് ഓൺ ആക്കിയിടാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ടൈം തൊട്ട് അടുത്ത തവണ തൊട്ടിട്ട് അത് ഓൺ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കിയിടാം, ഇല്ലെങ്കിൽ ഓഫ് ആക്കിയിടാം. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാം. പക്ഷേ അത് ഓൺ ആക്കിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രം അതൊന്ന് ഓൺ ചെയ്തിടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സ്ക്രീൻ മിററിങ് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിന് യൂസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞ മെത്തേഡ്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്യില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഒരു സ്ക്രീൻ മിററിങ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. സോ ഞാൻ പറഞ്ഞു തന്ന മെത്തേഡ്സ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ മെത്തേഡ്സ് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റേജ് വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. സെക്കൻഡ് സ്റ്റേജ് വന്നിട്ട് വേർട്ടിക്കൽ സീൻ സെറ്റപ്പാണ്. അത് മോസ്റ്റ്ലി എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ എൻ്റെ വീഡിയോയിൽ ടൈറ്റിലിൽ ആ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് അതും കൂടെ ഒന്ന് കവർ ചെയ്ത് പോവുകയാണ്. സോ നിങ്ങളുടെ സ്ട്രീംലാബ്സ് OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. നേരെ സെറ്റിങ്സിലോട്ട് വരിക. അവിടെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. വീഡിയോ ഓപ്ഷനിൽ ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസൊല്യൂഷൻ ആയിരിക്കും കിടക്കുന്ന 1920 × 1080p.
അത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സീനായിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. സോ അത് ചേഞ്ച് ചെയ്തിട്ട് നേരെ താഴെ വന്ന് 1080x1920 എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസൊല്യൂഷൻ കിടപ്പുണ്ടാവും. ഇതിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇത് ഈ കാണുന്ന പോലത്തെ വേർട്ടിക്കൽ സീൻ അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, FPS ഞാൻ 30 FPS തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ 60 ആയിട്ട് കൊടുക്കുക. ഞാൻ 30 FPS 60 ഏതാണെങ്കിലും എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോമൺ വാല്യൂ 30 FPS തന്നെയാണ്. സോ ഞാൻ അതാണ് കൊടുത്തിരിക്കുന്നത്. അത്ര മാത്രം നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. പിന്നീട് ബാക്കിയെല്ലാം സെയിം മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ലൈക്ക് സോഴ്സ് ഓരോന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സോഴ്സുകൾ. ഞാനിവിടെ ഇമേജ്, വീഡിയോ ക്യാപ്ചർ, അലേർട്ട് ബോക്സ്, അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ സോഴ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ ക്യാപ്ചറാണ്. കാരണം സ്ക്രീൻ മിറർ ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും തന്നെ യൂസ് ചെയ്യേണ്ട ഡിസ്പ്ലേ ക്യാപ്ചറാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. വിൻഡോസ് ഗെയിം ക്യാപ്ചർ ഇത് രണ്ടും വർക്ക് ആവില്ല പ്രോപ്പറായിട്ട്. വിൻഡോസ് ക്യാപ്ചറിൽ വന്നിട്ട് ഓഡിയോയ്ക്ക് ചെറിയ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഡിസ്പ്ലേ ക്യാപ്ചർ തന്നെ യൂസ് ചെയ്യുക. ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ട് സോഴ്സിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളവിടെ ആഡ് ചെയ്യുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സീൻ ഡിസ്പ്ലേ ക്യാപ്ചർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു പൊടിക്ക് രണ്ട് സൈഡിലോട്ടും കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ ആ ഒരു സ്ക്രീൻ മിറർ ചെയ്തിരിക്കുന്ന നമ്മുടെ ക്യാരക്ടറില്ലേ, ആ ക്യാരക്ടർ ഇച്ചിരി വലുതായിട്ട് സെൻട്രലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് വലുതാക്കി വെക്കുന്നത്. അത് വെർട്ടിക്കൽ സ്ട്രീം ചെയ്യുന്ന എല്ലാവരും ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. സോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി വെക്കുക. ഈ സീൻ ഡിസ്പ്ലേ ക്യാപ്ചർ ഈ ഒരു സീൻ വലുതാക്കി വെച്ചതിന് ശേഷം, നിങ്ങൾക്ക് ആവശ്യാനുസരണം വലുതാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഈ ഒരു ബാനറും അതുപോലെ തന്നെ ഈ ഒരു വെബ് ക്യാമും അതിനനുസരിച്ച് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബാക്കി അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 സ്റ്റേജും പ്രോപ്പറായിട്ട് തന്നെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൽ കമൻറ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവർക്കും ഇത് മനസ്സിലാവും, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും.